ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൻഹാർ അൽഫൈഹ, സിനൗ, ഒമാൻ, KC സെന്റർ, കരുനാഗപ്പള്ളി, കൊല്ലം. കഷ്ടപ്പെട്ട് കോഴിക്കോട്ട് വരെ പോയതുകൊണ്ട് നമ്മുടെ പാർട്ടി നേതാക്കന്മാരെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലേ? ആ ചെങ്കോട്ട പോലുള്ള കമാനത്തിനകത്തേക്ക് ഒന്ന് കയറാൻ പോലും കഴിഞ്ഞില്ല. ഇവിടെ അങ്ങനെ കുത്തിയിരുന്നിരുന്നെങ്കിൽ ഇത്ര മെനക്കേടില്ലായിരുന്നു. നമുക്ക് 16,000 രൂപ ഇപ്പോ തന്നെ ചെലവായി. അവിടെ നേതാക്കന്മാര് വില കൂടിയ കാറിൽ വന്നിറങ്ങിയപ്പോ അവർക്ക് വേണ്ടി ഇങ്കിലാബ് വിളിച്ച് തൊണ്ടയടച്ചതല്ലാതെ നമുക്ക് എന്താ നേട്ടം? സഖാവ് എന്ന് പതുക്കെ പറ, നാണക്കേട. പിന്നെ ചെലവായ കാശ് അത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും അല്ലല്ലോ, നാട്ടുകാരെ പിരിച്ചുണ്ടാക്കിയല്ലേ. അല്ല സഖാവേ, പാർട്ടിക്ക് 6 തെറ്റ് പറ്റിയെന്ന് നേതാക്കന്മാര് പറയുന്നു. എത്ര ആലോചനയും പിടിയിടുന്നില്ല. ഏതാ അതൊക്കെ? ദേ അവനോടിരിപ്പുണ്ട്, ഒന്നുവിന് മിണ്ടണ്ട. അവൻ അറിഞ്ഞാ നാണക്കേടാ, നമ്മുടെ ഇമേജ് പോവേ. 3 ആളും കൂടി കോഴിക്കോട് പോയിട്ട് സ്ഥാനക്കയറ്റം വല്ലതും കിട്ടിയോ ജില്ലാ കമ്മിറ്റിയിലേക്ക്? അധികാരം കണ്ടല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പിന്നെന്തിനാ 3 ആളും കോഴിക്കോടേക്ക് എഴുന്നള്ളിയത്? ടാഗോർ ഹാളെ മുതിർന്ന നേതാക്കൾക്കുള്ള വേദിയായിരുന്നു. എന്നാലും ആ ചെങ്കോട്ട പോലുള്ള കമാനത്തിന്റെ മുന്നിൽ നിന്ന് വെയിലുകൊണ്ട് നേതാക്കന്മാരെ കാണുന്നതിനൊരു യോഗം വേണം. നിങ്ങൾ വെയിലത്ത് വിയർത്ത് കുളിച്ച് ഈ നേതാക്കന്മാരെ കാണാൻ നിൽക്കുമ്പോ AC ആഡംബരക്കാരിൽ സുഖിച്ച് ഈ തൊഴിലാളി നേതാക്കൾ വന്നിറങ്ങിയപ്പോ നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? തോന്നി. ഒരു നാൾ ഇതിനേക്കാൾ വലിയ ആഡംബര AC കാറിൽ പാർട്ടി കോൺഗ്രസിൽ നേതാക്കളായി പങ്കെടുക്കുന്നു. അതുവരെ പാർട്ടി കാണുമോ? കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 14 ലക്ഷത്തോളം പേരാ ഈ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയത്. അതൊക്കെ ചുമ്മാ പറയുന്ന കണക്കാ. ഞങ്ങളുടെ സ്ട്രെങ്ത് കൂടിയിട്ടേ ഉള്ളൂ. എവിടെ കൂടിനാ? തലപ്പത്ത് ഓർമ്മശക്തി പോലും ഇല്ലാത്ത കുറെ നേതാക്കൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. നിങ്ങളും മഹിളകളും കുറേയധികം കൊഴിഞ്ഞു പോയെന്നാ കണക്ക്. ആര് പറഞ്ഞു? ഞങ്ങൾ മഹിളകളാ ഇപ്പൊ പാർട്ടിക്ക് കൂടുതൽ ശക്തി കൊടുക്കുന്നത്. പിന്നെ ഏത് പാർട്ടിക്കും ചില തെറ്റുകളൊക്കെ പറ്റും. മുമ്പ് കമ്പ്യൂട്ടർ ഇന്ത്യയിൽ വരുമെന്ന് പറഞ്ഞപ്പോ തൊഴിലില്ലായ്മ വർദ്ധിക്കും, കമ്പ്യൂട്ടർ നിരസിക്കണമെന്ന് പറഞ്ഞ അതേ നേതാക്കൾ ഇപ്പോൾ ലാപ്ടോപ്പുമായിട്ട് ടാഗോർ ഹാളിലെ സമ്മേളനത്തിൽ. അത് പിന്നെ അന്ന് നേതാക്കന്മാർക്ക് ഒരു വിവരക്കേട് തോന്നി. ഇപ്പൊ കമ്പ്യൂട്ടർ വേണമെന്ന് തോന്നുന്നു. ഏതായാലും പാർട്ടി കാലാകാലങ്ങളെ തിരുത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ പാർട്ടി കോൺഗ്രസിന് വേണ്ടി റോഡുകളെല്ലാം കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച വകയിൽ ഏതാണ്ട് 15 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നാണല്ലോ കണക്ക്. അതൊക്കെ നുണക്കതയാ. പാർട്ടിക്ക് ഒരു പൈസ ചെലവായിട്ടില്ല. ഞങ്ങൾ പിരിവെടുത്തതും വമ്പൻ ബിസിനസ്സുകാരെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചതും. അപ്പോ ജനങ്ങളിൽ നിന്നും 500 കോടിയോളം രൂപ ഈ പാർട്ടി കോൺഗ്രസിന് വേണ്ടി പിരിച്ചു കാണും. ആട്ടെ, ഈ തൊഴിലാളി നേതാക്കൾ ആഹാരം കഴിച്ചതും താമസിച്ചതും എവിടെയായിരുന്നു? അത് പിന്നെ ചൂട് സമയല്ലേ, സ്റ്റാർ ഹോട്ടലിലെ AC റൂമിലായിരിക്കണം. ചായയും പരിപ്പുകളുടെയും കാലം കഴിഞ്ഞു സുഹൃത്തെ. ഞങ്ങളുടെ നേതാക്കളൊന്ന് സൂചിച്ചോട്ടെ. ഈ നേതാക്കളുടെ ആഹാര ചെലവ് മാത്രം 50 ലക്ഷത്തോളം രൂപയാണെന്നാണല്ലോ അറിവ്. താമസ ചെലവ് വേറെ. ചായയും പരിപ്പടയും കഴിച്ച ഇത്രയും കാശാവത്തിൽ അറിയാം. പക്ഷെ അവിടെയും പാർട്ടി തിരുത്തിയില്ലേ? ചെങ്കോട്ട പോലുള്ള ആ കമാനം മാത്രം ഏകദേശം 15 ലക്ഷത്തോളം രൂപയായെന്നാണല്ലോ കണക്ക്. അത് ശരിയാണോ? 2 മുള കെട്ടി വെൽക്കം ബോർഡ് വെച്ച് കമാനം വെക്കുന്ന കാലം കഴിഞ്ഞു സുഹൃത്തെ. അവിടെയും പാർട്ടി തിരുത്തി, ഹൈടെക്കായി ചിന്തിച്ചു. ചെങ്കോട്ട തന്നെ അവിടെ സ്ഥാപിച്ചു. കാലാകാലങ്ങളിൽ പാർട്ടി ഇതുപോലുള്ള ചില തിരുത്തലുകൾ തിരുത്തുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി മുഷിഞ്ഞ് നാറിയ കീറിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കവലപ്രസംഗം നടത്തിയ ചില നേതാക്കൾ ഇന്ന് കൂറ്റൻ ബംഗ്ലാവുകളിൽ താമസിക്കുന്നു, ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്നു. നമ്മുടെ കൃഷിയിടങ്ങളെ പുനർജീവിപ്പിച്ചെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ശ്രമിക്കുന്നില്ല. പാർട്ടിയുടെ വളർച്ച എന്ന ലക്ഷ്യം, ജനങ്ങളെ പിഴിഞ്ഞ് ഫണ്ടുണ്ടാക്കുക എന്ന ലക്ഷ്യം, കോടതിയെയും നിയമത്തെയും എതിർക്കുക എന്ന ലക്ഷ്യം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യം. ഈ പാർട്ടി കോൺഗ്രസിന് വേണ്ടി ചെലവായതേ 30 കോടിയോളം രൂപ. ആർഭാടം ഒഴിവാക്കി ഈ തുക പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നെങ്കിലോ? പാർട്ടിയോടൊരു മതിപ്പ് കണ്ടേനെ ജനങ്ങൾക്ക്. പപ്പൻ ഒന്നേ പറയാനുള്ളൂ, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ, അത്ര തന്നെ. Grantry Muscat, very good service, very good food. Grantry Muscat, warm hospitality makes visit unforgettable experience. It's a perfect stop for your needs. Hotel Grantry Muscat, KC Center, Karnagapalli. Hurry! Hundreds of surprise gifts and offers waiting for you. Faiha Fresh with you freshly. Get lucky coupon for every 5 real purchase. Don't miss it. അൻഹാർ അൽഫൈഹ ഹൈപ്പർ മാർക്കറ്റ്, സിനൗ, ഒമാൻ.